കോമറ്റ് ഇപ്പോൾ ഭയങ്കര പോപ്പുലറാണ്. ഒരുപാട് കോമറ്റ് ഇപ്പോൾ നമ്മൾ റോട്ടിൽ കാണുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ഈ വണ്ടി വാങ്ങുന്നുണ്ട്. ആൻഡ് അത് വർത്താണെന്ന് തന്നെയാണ് ഞങ്ങളുടെയും ഒരു ഒപ്പീനിയൻ. കാരണം കോമറ്റ് എന്ന് പറയുന്ന വണ്ടി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഹെലിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കൊരു പെർഫെക്റ്റ് വണ്ടിയാണ്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും വണ്ടിയിൽ നിന്ന് ഇറങ്ങി വലിയ അഡ്ജസ്റ്റിംഗ് കാര്യങ്ങളൊന്നും ചെയ്യാതെ തന്നെ വണ്ടി ഓടിക്കാൻ പറ്റും. അതുമാത്രമല്ല, ഇതിൻ്റെ റേഞ്ചിൻ്റെ കാര്യത്തിലാണെങ്കിലും ഞങ്ങൾ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. ഇപ്പോൾ ഞങ്ങൾ എടുത്തിരിക്കുന്നത് സ്ലോ ചാർജിങ് മാത്രം സപ്പോർട്ട് ചെയ്യുന്ന ഒരു വേരിയൻ്റാണ്. 3.3 kWh ചാർജിങ് ആണ് അതിൻ്റെ സ്ലോ ചാർജിങ്ങിലുള്ളത്. പക്ഷേ അന്ന് വിചാരിക്കാത്തതിലും കൂടുതൽ യാത്രകൾ ഞങ്ങൾ ഈ വണ്ടിയിൽ നടത്തി. ഇവ ഞങ്ങൾ തിരൂർ വരെ, എറണാകുളത്ത് നിന്ന് തിരൂർ വരെ ഞങ്ങൾ പോയി തിരിച്ചു വരികയൊക്കെ ഉണ്ടായി. അപ്പോൾ ആ ഒരു ടൈമിൽ കുറച്ച് കോമഡിയൊക്കെ ആയിരുന്നു. കാരണം KSEB ചാർജിങ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ നമുക്ക് അവരുടെ ആപ്പിൽ OTP വന്നില്ല, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ കൊണ്ട് നമുക്ക് ചാർജ് ചെയ്യാനൊക്കെ ഇട്ടു. ഒരുപാട് ടൈം എടുത്തു. അവസാനം ടോ ചെയ്യേണ്ടി വരുമോ എന്ന് വരെ പേടിച്ച ഒരു ടൈമുണ്ട്. പക്ഷേ ആ ഇഷ്യൂ സോൾവ് ആയി. അതിനുശേഷം ചാർജ് എല്ലാം ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾ എറണാകുളത്തേക്ക് വന്നത്. ഇപ്പോൾ ഞങ്ങളുടെ മെയിൻ യാത്രകളെല്ലാം തന്നെ കോമറ്റിലാണ്. പുതിയതായിട്ട് കോമറ്റിലുള്ളത് ഒരു ഡാഷ് ക്യാമാണ്. ഡാഷ് ക്യാം നമ്മൾ MG തന്നെയാണ് സെറ്റ് ചെയ്യിപ്പിച്ചത്. ഫ്രണ്ടിൽ 4K റെക്കോർഡിങ്ങും ബാക്കിൽ ഫുൾ HD റെക്കോർഡിങ്ങും ആണ് ഈ ഡാഷ് ക്യാമിനുള്ളത്. ഡാഷ് ക്യാമിൻ്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് ഒരേ ഒരു പ്രശ്നമാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഫീൽ ചെയ്യുന്നത്. അത് വന്നിരിക്കുന്നത് സൈഡിലായിട്ടാണ് ഡാഷ് ക്യാമ. അപ്പോൾ അതിൻ്റെ വ്യൂ വരുന്നതെന്ന് പറയുമ്പോഴത്തേക്കും ഇത് ഇങ്ങോട്ടേക്ക് കുറേ ലെഫ്റ്റ് സൈഡിലോട്ട് കുറേ സ്പ്രെഡ് ചെയ്ത് വ്യൂ പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് ടൈം ഞങ്ങൾ സർവീസിനെ കൊണ്ടു ചെല്ലുമ്പോൾ ക്യാമറ സെൻറ്റർ പൊസിഷനിലേക്ക് വെച്ച് തരാൻ പറ്റുമെന്ന് തീർച്ചയായിട്ടും ചോദിക്കുന്നുണ്ട്. അതില്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഇപ്പുറത്തെ ഭാഗത്തുള്ള ഏരിയ ഒന്നും കവർ ചെയ്യുന്നില്ല. ഡാഷ് ക്യാമിൻ്റെ ക്വാളിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റി തന്നെ, നല്ല ക്വാളിറ്റി വീഡിയോ തന്നെ ഡാഷ് ക്യാം ഡെലിവറി ചെയ്യുന്നുണ്ട്. ഈ ഭാഗം കാണുന്നതാണ് ഫ്രണ്ട് വ്യൂ. അപ്പോൾ അതെന്ന് പറയുന്നത് 4K റെക്കോർഡിംഗ് ആണ്. ബാക്കിൽ ഫുൾ HD റെക്കോർഡിംഗ് ആണ് വരുന്നത്. പിന്നെ ഡാഷ് ക്യാമിൻ്റെ സൈഡിൽ നമുക്ക് സ്വിച്ചസ് കാണാൻ പറ്റും. പവറിൻ്റെ സ്വിച്ച് ഉണ്ട്, പിന്നെ ലോക്ക് സ്വിച്ച് ഉണ്ട്, പിന്നെ M ഉണ്ട്, ഇറ്റ്സ് അബൌട്ട് മോഡ്, പിന്നെ റെക്കോർഡിംഗ് ഓൺ ഓഫിൻ്റെ സ്വിച്ച് ഉണ്ട്. അതുപോലെ തന്നെ മെമ്മറി കാർഡ് സ്ലോട്ട് ഉണ്ട്. ഇപ്പോൾ ഒരു മെമ്മറി കാർഡ് ഇട്ടിട്ടുണ്ട്. ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, പക്ഷേ സൈഡിലേക്കുള്ള പൊസിഷൻ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. MG ഡാഷ് ക്യാം എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്. അപ്പോൾ ആ ആപ്പ് വെച്ചിട്ട് നമുക്ക് ഈ ഡാഷ് ക്യാം കണക്ട് ചെയ്യാൻ പറ്റും. കണക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിൽ ഈ ഡാഷ് ക്യാമിലുള്ള മീഡിയാസ് നമുക്കെല്ലാം കാണാൻ പറ്റും. അതുപോലെ തന്നെ അതിൽ നിന്ന് തന്നെ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാനും പറ്റും. പക്ഷേ അത് ഉപയോഗിച്ചിട്ട് നമ്മുടെ ഫയൽസ് കാണുക, അത് എക്സ്പോർട്ട് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് ഒരു tedious ടാസ്ക് തന്നെയാണ്. ഒന്നാമത്തെ കാര്യം, ഈ റെക്കോർഡിംഗ് മുഴുവനും 3 മിനിറ്റ് ലെങ്ത് ഉള്ള ക്ലിപ്സ് ആയിട്ടാണ് സേവ് ആവുന്നത്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റും ഒരുപാട് ക്ലിപ്സ് ഉണ്ടാവും. ഇതെല്ലാം ഇങ്ങനെ നീണ്ട് കിടക്കുകയായിരിക്കും. അതും ചിലപ്പോൾ നമ്മൾ മിനിറ്റുകൾ മുതൽ മണിക്കൂറുകൾ വരെയുള്ള ട്രാവലിങ്സ് ഉണ്ടാവും. അപ്പോൾ അതെല്ലാം ഇങ്ങനെ ക്ലിപ്സ് ഉണ്ടാവും. അതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ളൊരു ക്ലിപ്പ് നോക്കിയെടുത്ത് അത് എക്സ്പോർട്ട് ചെയ്തെടുക്കുക എന്നൊക്കെ പറയുന്നത് അതും നല്ല സമയം എടുക്കുന്ന ഒരു പ്രോസസ്സാണ്. അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് നമ്മളെ മടുപ്പിക്കും. അപ്പോൾ ഏറ്റവും നല്ലത് മെമ്മറി കാർഡ് ഊരുക, ലാപ്ടോപ്പിലേക്ക് കൊണ്ടുപോവുക, എന്നിട്ട് ആവശ്യമുള്ള ഫയൽസ് കണ്ടിട്ട് കോപ്പി ചെയ്യുക. കാരണം നല്ല ടൈം എടുക്കുന്ന ഒരു പ്രോസസ്സാണത്. ഡാഷ് ക്യാമിൽ നിന്ന് ആപ്പിലേക്ക് ചെയ്യാന്നൊക്കെ പറഞ്ഞാലും വൺ സ്ലോ ആണ്. അപ്പോൾ അതിന് നിങ്ങൾ അധികം ഡിപ്പെൻഡ് ചെയ്യേണ്ടെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. പിന്നെ ഓഡിയോ റെക്കോർഡിങ്ങും എല്ലാം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡാഷ് ക്യാമിൻ്റെ കാര്യത്തിൽ ഞാൻ ഹാപ്പിയാണ്. പിന്നെ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഡ്യൂറേഷൻ എന്നുള്ളത് നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും നമ്മുടെ ആപ്പ് ഉപയോഗിച്ചിട്ട്. സെറ്റിംഗ്സിൽ പോയിട്ട് റെക്കോർഡിംഗ് ഡ്യൂറേഷൻ 3 മിനിറ്റ്, 5 മിനിറ്റ്, 10 മിനിറ്റ് അങ്ങനെയൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. പക്ഷേ ഡീഫോൾട്ട് ആയിട്ട് 1 മിനിറ്റാണ് ഉള്ളത്. എനിക്ക് തോന്നുന്നു അത് ഈ ഒരു ഓവർ ഹീറ്റിങ്ങിനെ ഒഴിവാക്കാനും അതുപോലെ തന്നെ റെക്കോർഡിംഗ് നഷ്ടപ്പെടാതിരിക്കാനും വേണ്ടിയിട്ടൊക്കെ ഞാൻ തോന്നുന്നു കുറച്ചിട്ടേക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൃത്യമായിട്ടുള്ള റീസൺ എനിക്ക് അറിയില്ല. എനിവേ ഞാനത് ചേഞ്ച് ചെയ്ത് 3 മിനിറ്റ് ഒക്കെ ആക്കിയായിരുന്നു. ഇതിൻ്റെ ചാർജിങ് മുഴുവനും പോകുന്നത് വണ്ടിയുടെ ഓക്സ് ബാറ്ററിയിലേക്കാണ്. പക്ഷേ അതിൻ്റെ കാര്യത്തിലേക്കാണെങ്കിലും ഒട്ടും എക്സ്ട്രാ ബാറ്ററി ചാർജ് ഒന്നും എടുക്കുന്നില്ല. പിന്നെ കോമറ്റിൻ്റെ ഒരു സവിശേഷത അതിൻ്റെ ഓക്സ് ബാറ്ററി എന്ന് പറയുന്നത് നമ്മുടെ മെയിൻ ബാറ്ററിയിൽ നിന്ന് ചാർജ് എടുക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ബാറ്ററിയുടെ ഇഷ്യൂ ഒന്നും അങ്ങനെ ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല. ഈവൻ നമ്മുടെ ഡ്രൈവിംഗ് റേഞ്ചിൽ പോലും ഈ ഒരു ഡാഷ് ക്യാം വന്നതിന് ശേഷം വലിയൊരു വ്യത്യാസം വന്നിട്ടില്ല. നമ്മൾ ഈ വണ്ടി വാങ്ങി ആദ്യം നമ്മുടെ ബാറ്ററി ഡ്രെയിൻ ഇഷ്യൂ വീഡിയോ ഒക്കെ ചെയ്ത സമയത്ത് അതിനെ സപ്പോർട്ട് ചെയ്യുന്നു, നല്ല രീതിയിൽ നമുക്ക് സപ്പോർട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതേ സമയം തന്നെ കുറേ പേര് കുറ്റവും പറയുന്നുണ്ട്. ഫെയിമിന് വേണ്ടി ചെയ്തതാവാമെന്നോ അല്ലെങ്കിൽ ആ MG എന്ന് പറയുന്ന ബ്രാൻഡിനെ മോശമായി ചിത്രീകരിക്കുകയാണെന്നൊക്കെ. നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിക്കുന്ന വണ്ടിക്ക് പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ നമ്മളത് തീർച്ചയായിട്ടും അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ സൊല്യൂഷൻ ഇല്ലാതെ വന്നതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു വീഡിയോ ചെയ്യേണ്ടി വന്നത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് സപ്പോർട്ട് കിട്ടി, ഒരുപാട് ഇൻഫർമേഷൻ കിട്ടി, നോളജ് കിട്ടി. അതുകൂടാതെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വന്നപ്പോൾ നമ്മുടെ ഇഷ്യൂ മാറുകയും ചെയ്തു. ആൻഡ് ഇപ്പോൾ ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ് വണ്ടിയുടെ കാര്യത്തിൽ. അപ്പോൾ കോമറ്റ് നിങ്ങൾ വാങ്ങാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വണ്ടി വാങ്ങാം. EV ഒക്കെ എടുക്കുമ്പോൾ അത് EV എന്നല്ല, ഏതൊരു കാറാണെങ്കിലും അത് നിങ്ങൾക്ക് പറ്റിയ വണ്ടിയാണോ, നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് അത് ഓക്കെ ആണോ നോക്കിയതിന് ശേഷം മാത്രം വണ്ടി എടുക്കുക. ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എനിക്കും ഹെലനയ്ക്കും ഈ ഒരു വണ്ടി പെർഫെക്റ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളിപ്പോൾ ദൂരയാത്രകളിൽ പോലും പലപ്പോഴും കോമറ്റിൽ തന്നെയാണ് പോകുന്നത്. ചാർജിങ്ങിന് ടൈം എടുക്കുന്നു എന്നുള്ളൊരു ഫാക്ടറുണ്ട്. അതുപോലെ തന്നെ സ്ലോ ചാർജിങ് മാത്രമേ സപ്പോർട്ട് ചെയ്യുള്ളൂ. പക്ഷേ അത് ഒഴിച്ച് നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കോമറ്റ് ഇപ്പോൾ ഒരു പെർഫെക്റ്റ് ആയിട്ട് പോകുന്നൊരു വണ്ടിയാണ്. എനിവേ നമ്മൾ വണ്ടിയെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്ന ഒരു ചാനലൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വണ്ടിയെക്കുറിച്ച് ഇൻഡെപ്ത് ഡൗട്ടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് കൺഫ്യൂസ്ഡ് ആവും. പക്ഷേ ഞങ്ങൾ വണ്ടി വാങ്ങിച്ച് ഞങ്ങളുടെ ഓടിച്ച എക്സ്പീരിയൻസിൽ നിന്നുള്ള ഉത്തരങ്ങൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ ചോദ്യങ്ങളൊക്കെ ചോദിക്കാം. തീർച്ചയായിട്ടും ഞങ്ങൾ അതിന് മറുപടി നൽകുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.
വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.